ഷെയർ മാർക്കറ്റിൽ ലാഭം വാഗ്ദാനം ചെയ്തു റിട്ടയർഡ് ജഡ്ജിയെ കബളിപ്പിച്ചുവെന്ന് പരാതി. 89 ലക്ഷം രൂപയാണ് ഹൈക്കോടതി മുൻ ജഡ്ജി ശശിധരൻ നമ്പ്യാർക്ക് നഷ്ടമായത്. സംഭവത്തിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണു, 1 കോടിക്കടുത്താണ് ആ രൂപ. റിട്ടയർഡ് ജഡ്ജി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത്തരം തട്ടിപ്പുകൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. എങ്ങനെയാണ് ഈ പറ്റിക്കൽ ഉണ്ടായത്? ഹാഷ്മി, പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിനും പരാതി കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്ന വിവരം. ഹിൽ പാലസ് പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ശശിധരൻ നമ്പ്യാർ, അത് 2013 അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചതാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ, ഷെയർ മാർക്കറ്റിലൂടെ ലാഭം നേടിത്തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും പിന്നീട് ആ പണം തിരികെ നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് തിരികെ നൽകിയതിൽ മാത്രമല്ല, അതിൽ കാര്യമായ ഈ ഐഡന്റിറ്റി പോലും കണ്ടെത്താനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നിലവിൽ എഫ്ഐആറിൽ 2 പേരുടെ പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് ഒരു പുരുഷനും മറ്റൊന്നൊരു സ്ത്രീയുമാണ്. പക്ഷേ ഇത് ഇവരുടെ പേരുകൾ തന്നെയാണോ, ഈ ഒറിജിനലായി തട്ടിപ്പ് നടത്തിയ ആളുകളുടെ പേരാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. 89 ലക്ഷം രൂപയാണ് ഈ മുൻ റിട്ടയർഡ് ജഡ്ജിക്ക് നഷ്ടമായിരിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സൈബർ തട്ടിപ്പുകൾ ഒരു വശത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പ്രതിദിനം ഇത്തരത്തിൽ ഉന്നത ശ്രേണിയിൽ അല്ലെങ്കിൽ ഉന്നത ജോലികളൊക്കെ ചെയ്തിരുന്ന ആളുകൾ പോലും ഈ കബളിപ്പിക്കലിന് ഇരയാകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഹാഷ്മി, 89 ലക്ഷം രൂപയാണ്. അത് ചെറിയ തുകയല്ല. അപ്പോൾ റിട്ടയർഡ് ജഡ്ജിയുടെ കയ്യിൽ നിന്നും എന്ത് പറഞ്ഞ് പറ്റിച്ചാണ് 89 ലക്ഷം രൂപ കൈക്കലാക്കിയത്? അത് എന്താണ് ഉണ്ടായത് എന്ന് കൂടുതൽ വ്യക്തത വരട്ടെ. നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെയാണ്, നമ്മൾ ഇത്രയും ഒരുപാട് അവയർനെസ്സിന് സമയമാണ്. ഇപ്പോൾ നമ്മൾ ഫോണിൽ മറ്റൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കേൾക്കുന്നത് ഇത്തരം സൈബർ തട്ടിപ്പുകളെല്ലാം നമ്മൾ ഒരു ദിവസം 10-15 തവണ ഒരു പക്ഷേ നമ്മളത് ആ സന്ദേശം കേൾക്കുന്നുണ്ടാകണം. അപ്പോൾ ആ ഒരു കാലത്ത് പിന്നെയും ഈ തട്ടിപ്പുകാർക്ക് പോയി നമ്മൾ തലവെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു സീരിയസ് ചോദ്യമുണ്ട്.